ഹായ് ഹലോ ദേവാൻമി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ രാവിലെ ഒരു 5 മണി എന്നാണ് ഞങ്ങളുടെ കണക്ക്. അതിന് ഞാൻ 5:30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 5:30 ഇറങ്ങി വീട്ടിൽ നിന്ന്. ഞങ്ങൾ കാറിലാണ് പോണത്. ഉണ്ണീനെ ട്രെയിനിൽ കൊണ്ടുപോകാറില്ല, അവൻ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാത്തതുകൊണ്ട് ഒരു ടെൻഷനാണ് രാത്രിയിൽ. അപ്പോൾ മറ്റുള്ളവർക്ക് ശല്യമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കാറിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ 8 മണിക്കൂർ യാത്രയുണ്ട്. സാധാരണ ഞങ്ങൾ സേലം വഴി ഇങ്ങനെ പോവാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വയനാട് വഴി പിടിച്ചു, ബന്ദിപ്പൂർ വഴി കടന്ന് നേരെ വയനാട് ചുരം വഴി ഇറങ്ങിയിട്ട് അങ്ങനെ വേഗം, അപ്പോൾ നമ്മൾ വേഗം എത്തും ചെയ്യും, ചൂടില്ലാണ്ട് പോവാമല്ലോ. പിന്നെ ഞാൻ കാറിലൊക്കെ കയറി ഞങ്ങൾ യാത്ര ചെയ്ത് കുറേ കഴിഞ്ഞ് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നപ്പോൾ നഞ്ഞങ്കോട് എന്ന് പറഞ്ഞ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്ഥലങ്ങളൊന്നും മനസ്സിലാവാറില്ല. ഞാൻ ചോദിച്ചപ്പോൾ നഞ്ചങ്കോടാന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ബബിൾ ഗമ്മൊക്കെ ചവച്ചവടി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉറക്കം വരും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പൊക്കെ കണ്ടു. അപ്പോൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഉറക്കത്താണെങ്കിൽ തൂങ്ങിയിട്ട് വയ്യായിരുന്നു. ആകെ ചിപ്പിളായിട്ട് ഇരിക്കണ്ടായിരുന്നു. കാറിൽ കയറിയത് ഒരു വട്ടം മോൻ വൊമിറ്റ് ചെയ്തു. അപ്പം എൻ്റെ ശ്രഗൊക്കെ ആകെ നാശം ഏതൊക്കെ ഊരി വെച്ച് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയതാട്ടോ. വാഷ്റൂമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മോൻ എവിടെയൊക്കെ ഇടന്നിട്ട് ഓടിയോണ്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വേഗം നമ്മൾ മാവൊക്കെ മേടിച്ച് വെച്ചിട്ട്, കാരണം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വെറുതെ പോയിട്ട് ഇരുന്നിട്ട് മുഷിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇഡ്ഡലി കഴിക്കാത്ത കാരണം ഞാൻ ബ്രെഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മോൻ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. അച്ഛൻ്റെ അമ്മയും മിട്ടേട്ടനൊക്കെ പുറത്ത് നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ യാത്ര തുടങ്ങിയപ്പോഴേക്കും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മഴ എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് നേരെ പോയത് മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ആകെ എന്താ പറയുക, കാറിലിരുന്ന് നമുക്കൊരുമാതിരി AC ഒക്കെ ഓണാക്കുമ്പോൾ ഒരു മാതിരി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. വൊമിറ്റ് ചെയ്യാൻ വരും വന്നാച്ചാൽ വേണ്ട, വൊമിറ്റ് ചെയ്യാൻ വരും വന്നാച്ചാൽ വേണ്ട എന്നൊക്കെ വേണ്ട. കുറേയും കൂടി ഫ്രണ്ടിലേക്കൊക്കെ പോയപ്പോൾ സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ടു കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 50 രൂപ വേണമെന്ന്. ഞങ്ങൾ അധികം ഫോട്ടോ ഉള്ളിലേക്ക് കയറി എടുത്തില്ല. ഞങ്ങൾ 2-3 ഫോട്ടോ എടുത്തിട്ട് വേഗം അങ്ങോട്ട് ചാടി. എന്തിനിപ്പോൾ ഇത് വെറുതെ 50 രൂപ ഒരു 2 ഫോട്ടോയ്ക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മോനെ അപ്പം തൊട്ടേ അസ്വസ്ഥതകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളാകെ ക്ഷീണവും കാര്യങ്ങളായിരുന്നു കേട്ടോ. ആകെ എന്തൊക്കെയോ ഇങ്ങനെ പറയാറിയാത്തത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കുറേ അങ്ങോട്ട് തിരിയുക അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഒരു 7 വട്ടത്തോളം വൊമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർക്ക് കിടക്കുക. അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കും, ഇങ്ങനത്തെ വണ്ടികളുടെയും കാര്യങ്ങളിലൊക്കെ. ഞങ്ങൾക്ക് എന്താ ഇപ്രാവശ്യം അവിടെ നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് 30 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാറൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റ് ബന്ദിപ്പൂരിലേക്ക് അങ്ങോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ. ഇപ്രാവശ്യം എന്തോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്തു പറ്റിയാണോ നമുക്കൊരു മനസ്സിലാവണില്ലേ. ഈ വണ്ടി കിടന്ന് ഇങ്ങനെ മുമ്പിൽ കിടന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കടന്നാലല്ലേ നമുക്കും കിടക്കാൻ പറ്റില്ല. അവിടെ കുറേ യൂണിഫോം ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഫോറസ്റ്റിലേക്ക് കടന്നു. അമ്മ കണ്ടില്ലേ, സ്ട്രെയിറ്റ് റോഡില്ലേ, അതാണ് കാട്ടിക്കുള്ള റോഡ്. ഇതിവിടെ താമസിച്ചിട്ട് ഈ കാണുന്ന നേരെയുള്ളത് എലിഫന്റ് നിൽക്കണ ഭാഗം കണ്ടുവോ, ആ ഒരു വസ്റ്റിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒരു ഭാഗത്തോടെ കടന്നു. ഇതൊക്കെ റൂം, അങ്ങോട്ട് പോയ റൂമുകളാണ്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ താമസിച്ച്. ഇവിടെ പാർക്ക് ചെയ്യണ്ട്. അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് പോയിട്ട് നമ്മള് അതാണ് കാട്ടിക്കുള്ള വഴി. ഇത് ബന്ദിപ്പൂരിൻ്റെ തന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇവിടെ വന്ന് താമസിക്കാനൊക്കെ പറ്റും കേട്ടോ. അവിടെ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അതിന് പിറ്റേ ദിവസം പോകുന്നത് നല്ല നൈസ് എക്സ്പീരിയൻസാണ്. പേടിച്ച് പറിച്ച് മൂത്രമൊഴിക്കും മനുഷ്യൻ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കഥയാണ് ഞങ്ങളവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലതായിരിക്കണം. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, വിറകെടുക്കാൻ വേണ്ടിട്ട് വന്നോളൂ. ലോറീനെ പറഞ്ഞേക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ വരണട്ടാ തിരിച്ച്. പിന്നാലെ ആരുമില്ല. എന്ത് ഭംഗിയിലാണെങ്കിൽ കിടക്കണെന്നാ. ഈ കാട്ടുപ്രദേശത്ത് പെട്ടെന്നൊന്നും പറ്റില്ല. വയനാട്ടുകാർക്കൊക്കെ അതൊക്കെ തന്നെയല്ലേ പറ്റില്ല. ഇവിടെ പോയി വെട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പ പണിയാ. ഇവിടെ ആരും ഇറങ്ങണില്ല. ഡോണ്ട് ഫീഡ് മങ്കീസ്. അല്ലാത്തപ്പോ ഈ വീഡിയോ എടുക്കുമ്പോ എല്ലാ കുന്തകളും കയറി വരും. ഒന്നുമില്ല. ചിലർക്കൊക്കെ ഭാഗ്യം, ലക്കാണ് ഓരോ സാധനങ്ങൾ കണ്ടിട്ട്. നാട്ടാന
ഇവിടെ കുറെ കുങ്കീസ് ഉണ്ട്. കുങ്കീസ് എത്രയാണോ മാനോക്കും ഒരു പരന്ന് പിടിച്ചിരിക്കുന്നു. ആനനെ നോക്കണതില് നാട്ടാനല്ലടി, നാട്ടാനാണ്. ആനയാണോ? ആനയുടെ മൂട് കണ്ടാവുന്നല്ലോ. എന്താ അത് പറഞ്ഞ പച്ചനൊരു പുച്ഛം? ആനയാ പോലെ കഴിയാനായി. എനിക്ക് കാണാൻ വലിയ കൊമ്പുള്ള കിട്ടാണ്ട വഴി കിട്ടാണ്ട് പോയിക്കോട്ടായി. അപ്പൊ അത് കിട്ടാൻ ശരിയാവില്ല. ആനകളെ കണ്ട് മസനഗുഡി ഇത് കൂടെ പോയി കഴിഞ്ഞാൽ ഊട്ടിക്ക് എത്തും. കൊറങ്ങന്മാർ വിട്ടേട്ട ചൈനല്ലോ. അതിന് നമുക്ക് തണുപ്പ് കഴിഞ്ഞിട്ട് പോവാം. തണുപ്പ് കഴിഞ്ഞിട്ട് ഊട്ടിക്ക് പോയിട്ട് എന്തുട്ട് നാട്ടിലത്തെ തണുപ്പ് കഴിഞ്ഞിട്ട്. ഇപ്പൊ എല്ലായിടത്തും തണുപ്പുള്ള ഊട്ടി പോയ രസമില്ലല്ലോ. നാട്ടിലെ കോഴീന്റെ പൂച്ചേന്റെയും കാട്ടാനേട്ടോ. അത് എവിടേക്ക് ഇടയ്ക്ക് ഇറങ്ങാൻ കാട്ടാനെ നൈസായിട്ട് ചാടാൻ. ഇതൊക്കെ നാട്ടാനും വരും, വളർത്തണാനും വരും. നാട്ടിലെ പോലെ ആന തിരിഞ്ഞു തിന്നണേ. നമ്മളെ നാട്ടിലെ ആന പോലെ പട്ടയും പനിയൊന്നുമില്ല. നോക്കും കുറച്ച് കുറച്ച് തിന്നു. മയില് പിന്നെ നോക്കാം. കുഞ്ഞി വാല് കുളിക്കണ വ്ളോഗുണ്ടോ? എന്നുവെച്ചാൽ വ്യൂസ് കൂടും. ചെറിയ ചെറിയ കുളങ്ങള് കല്ല് മുട്ടി. നിന്റെ ഇടയിൽ ഒരു സാധനം കൊണ്ട് വെച്ചതേ ആ ആൾക്കാർ നടന്നു. അവിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം. ഇച്ചിരി ഇടതാക്കി ആനയുടെ ബാക്ക് കാണാനുണ്ട്. അതിലെ വോയിസ് ഒന്നും കളയാൻ തോന്നിയില്ല. കാരണം ഞങ്ങൾ തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള ചർച്ചയായിരുന്നു. അമ്മയ്ക്ക് ആ കാട് കണ്ടിട്ട് വിറകൊക്കെ വെട്ടി അടുപ്പിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചയൊക്കെ ആയിരുന്നു കേട്ടോ. മോനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് അനാറും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഊട്ടി ചോക്ലേറ്റ്, ഞങ്ങൾ ചുരം ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഊട്ടി ചോക്ലേറ്റ് എന്നൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു. പക്ഷേ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല. ഫ്രൂട്ട്സ് കൊടുത്ത് നോക്കി എന്ത് കൊടുത്താലും മൂപ്പര് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. നമുക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം വന്നിട്ട്. ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഇതുവരെ വോമിറ്റ് ചെയ്തതിന് 3 വയസ്സായി, ഇതുവരെ അവന് വോമിറ്റിംഗ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആകെ വിഷമമായിരുന്നു അവൻ്റെ അവസ്ഥ കണ്ടിട്ട്. വെറുതെ കരച്ചിൽ വരലും ഛർദ്ദിക്കലും കുഞ്ഞു ഭാവല്ലേ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാനിരുന്നിരുന്നത്. പിന്നെ എന്താ ആൾ ഉറങ്ങലും കാര്യങ്ങളൊക്കെ, ഉറങ്ങാൻ പോലും ശരിക്കും അവന് പറ്റാണ്ടുള്ള ഒരവസ്ഥ കണ്ടപ്പോഴേ. പക്ഷേ ചുരത്തിൽ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും നമുക്ക് ആകെ ഇങ്ങനെ കിറിഞ്ഞു തുടങ്ങി. കാരണം ഇപ്പോൾ വോമിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്നിരുന്നു. ആകെ കുണ്ടും കുഴിയുള്ള റോഡും ഒക്കെ ആയിട്ട്. ആശാനാണെങ്കിൽ എഴുന്നേക്കും കരയും കിടന്നുറങ്ങും, എനിക്കും കരയും കിടന്നുറങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടം വരെ എത്തിയിരുന്നു. പിന്നെയും എന്താ ക്ഷീണത്തിൽ ആശാൻ കിടന്ന് ഉറങ്ങി. ഇവൻ്റെ കണ്ണ് ശരിക്കും ഇങ്ങനെ തന്നെയായിട്ടോ, പാതി അടയില്ല. അതിങ്ങനെ പകുതി മാത്രം അവൻ ഉറങ്ങുള്ളൂ. അവൻ ഉറങ്ങുകയാണോ എന്താണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. പെട്ടെന്ന് കണ്ണ് തുറന്ന് കിടക്കണ പോലെയാണ് കേട്ടോ. പക്ഷേ ആകെ ആൾ കിടക്കണ കാണുമ്പോൾ തന്നെ ആകെ ക്ഷീണമായി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. ഞങ്ങൾ ഊണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബിരിയാണി ഇനി കിട്ടിയല്ലോ. അപ്പോൾ അത് കഴിച്ചു. അമ്മയ്ക്ക് റൈസ് മാത്രമായിട്ട്, ഉണ്ണിക്കാണെങ്കിൽ വെള്ളയപ്പം മേടിച്ച് കൊടുത്തു. അപ്പോൾ അതെന്തോ വെള്ളപ്പം ഒരു പകുതി ഭാഗം കഴിച്ചു. അതുമാത്രം വോമിറ്റ് ചെയ്തില്ല. അപ്പോഴേക്കും നമുക്ക് എത്താറായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറത്തെ യാത്ര തന്നെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇടയിൽ ആൾ പിന്നെയും ഭയങ്കര ക്ഷീണം അടിച്ചിട്ട് ഉറങ്ങാനൊക്കെ പോയിട്ടോ. അങ്ങനെ നമ്മളിതാ കോട്ടയ്ക്കലിൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്കൊക്കെ എത്താനൊക്കെ ആയി. അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. ഈശ്വരാ എത്താറായല്ലോ, ഇനിയിപ്പോൾ കുറച്ചും കൂടി അല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട്. എത്താറായപ്പോഴേക്കും ഞാൻ അവനെ എണീപ്പിക്കാനുള്ള വഴി നോക്കുമായിരുന്നു. കാരണം വീടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കരച്ചിലാവാൻ പാസ്സാക്കും. അങ്ങനെ ഞങ്ങൾ
വീട്ടിലേക്കുള്ള വഴിയിലെത്തിയപ്പോഴാണ് നമുക്ക് പകുതി ശ്വാസം വന്നത്. അവൻ ഛർദ്ദിച്ചൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് കേട്ടോ. കാരണം 7-8 പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മൾ തന്നെ ആകെ ക്ഷീണിക്കും. മോനായ കാരണം അവന് ക്ഷീണമുണ്ടെന്ന് പറയാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം അവൻ ഇത്രയും നേരം പിടിച്ചിരുന്നേന്ന് തന്നെ തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മിട്ടേട്ടൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അച്ഛനാണെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിക്കണം. അതിൻ്റെ ആവശ്യമാണ് കേട്ടോ നമ്മൾ വേഗം ഇങ്ങോട്ട് തന്നെ വന്നത്. എത്തിയതും എന്താ അവനെ ഫ്രഷ് ആക്കി അവൻ്റെ എല്ലാ തുണികളും വേഗം വാഷൊക്കെ ചെയ്തിട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മുഷിഞ്ഞിട്ടായിരിക്കണം, ആകെ വൊമിറ്റ് ചെയ്ത് തുണികളൊക്കെ നാശമായിട്ടുണ്ട്. അതൊക്കെ വാഷ് ചെയ്ത് സുഖമായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ആ കൊതു കുത്തിയതിന് കംപ്ലൈൻറ്റ് പറയണ്ട അമ്മോട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ള ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.